ഹലോ. അപ്പോൾ ഇന്നലെ മഴ വന്നപ്പോൾ ഓടി എടുത്തിട്ടുള്ള തുണികളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോഴും ഇതിങ്ങനെ ഉണങ്ങാതെ കിടക്കുകയാണ്. വിരിച്ചിടാൻ പറ്റിയില്ല, വെയിൽ തെളിഞ്ഞിട്ടില്ല. പിന്നെ രാവിലത്തെ കാപ്പിയൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വെയിൽ തെളിഞ്ഞ് തുടങ്ങി. അപ്പോൾ പിന്നെ തുണിയെല്ലാം ഒന്ന് വിരിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുണികളൊക്കെ മുറ്റത്ത് വിരിച്ചു. അപ്പോഴാണ് അമ്മ പറയണത് ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാൻ ഒന്നുമില്ലെന്ന്. 2-3 ദിവസമായിട്ട് ഇവിടെ നോൺ വെജ് ഒന്നും വാങ്ങിച്ചിട്ടുമില്ല, എന്നാൽ പിന്നെ മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോകണം. അതുകൊണ്ട് എന്തായാലും പുറത്തേക്ക് പോകുന്നല്ലോ, ഒന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡിയാവാൻ തുടങ്ങി. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ. റിമോട്ട് ജോബ് ആയതുകൊണ്ട് തന്നെ മൺഡേ ടു സാറ്റർഡേ ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് സൺഡേ ആയാലാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. ഇപ്പോൾ ആണെങ്കിൽ എല്ലാ സൺഡേയ്സും ഞങ്ങൾക്ക് ഏതെങ്കിലും വീട്ടിൽ വിരുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ന്യൂലി മാരീഡ് കപ്പിൾസിൻ്റെ ആദ്യത്തെ ഒരു 2-3 മാസം ഇങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവുന്നതും സൺഡേയ്സിലാണ്. ഇപ്പം എനിക്കും ജോലിയുണ്ട്, ഏട്ടനും ജോലിയുണ്ട്. അപ്പം എല്ലാവരും സൺഡേയ്സിലാണ് ഞങ്ങളെ വിരുന്നിന് ക്ഷണിക്കുന്നതും. അങ്ങനെ റെഡിയായി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. എവിടെ പോയാലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അനിയൻ്റെ കൂടെയാണ് പോകുന്നത്. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, കാരണം കുറച്ച് ദൂരമുണ്ട്. പിന്നെ നമുക്ക് വണ്ടിക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിലൂടെ ബസ്സൊന്നും ഇല്ല, ഈ ഏരിയയിലേക്ക് ബസ് റൂട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഏരിയയിൽ താമസിക്കുന്നവരെല്ലാവരും പറയാറുമുണ്ട്, സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന്. ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ജംഗ്ഷനിലാണ് ഞങ്ങൾ മീൻ മേടിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ ജംഗ്ഷനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഒരു ഫിഷ് സ്റ്റാളിൽ കയറി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുള്ള് ചീഞ്ഞ മീനാണ്. അപ്പം ഞങ്ങളുടെ പ്ലാനൊന്ന് മാറ്റി, ഫിഷ് മാറ്റി ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ചിക്കൻ സ്റ്റാളിൽ കയറി ചിക്കൻ ലിവറും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു.